എൻ്റെ പേര് ഏഞ്ചൽ ജേക്കബ്. ഞാൻ കരുനാഗപ്പള്ളി മരുതൂർകുളങ്ങര ഇടവകയിൽ നിന്നും വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 13/3/2023 ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം എൻ്റെ ഹസ്ബൻഡിന് പെട്ടെന്നുണ്ടായ ഒരു തലവേദനയാണ്. കക്ഷി KSEB-യിൽ വർക്ക് ചെയ്യുകയാണ്. ഒരു ദിവസം ജോലിയും കഴിഞ്ഞ് വന്ന് പറഞ്ഞു, എനിക്ക് തലവേദനയുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് അന്ന് മരുന്നൊന്നും കഴിച്ചില്ല. രണ്ടാമത്തെ ദിവസവും ജോലിക്ക് പോയിട്ട് വന്നിട്ട് പറഞ്ഞു, എനിക്ക് പനിയുടെ ആയിരിക്കും, ഭയങ്കര തലവേദന എടുക്കുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് തനിയെ ഒരു പനിയുടെ ഡോളോ കഴിച്ചു. അടുത്ത ദിവസവും ജോലിക്ക് പോയി. മൂന്നാമത്തെ ദിവസം ജോലിക്ക് പോയിട്ട് വന്ന് പറഞ്ഞു, എനിക്ക് പനിയുടെ അല്ലെന്ന് തോന്നുന്നു, ഭയങ്കര തലവേദനയെന്ന് പറഞ്ഞു. ഞങ്ങൾ അടുത്തുള്ള ഹോസ്പിറ്റൽ കരുനാഗപ്പള്ളിയിൽ കൊണ്ടുചെന്നപ്പോൾ ഡോക്ടർ പെട്ടെന്ന് നോക്കിയിട്ട് പറഞ്ഞു, തലയ്ക്കുള്ളിൽ ഇൻഫെക്ഷൻ ആണെന്ന് തോന്നുന്നു, എന്തായാലും ഞാൻ 5 ദിവസത്തെ മെഡിസിൻ തരാം, അത് കഴിച്ചിട്ട് വീണ്ടും വരാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അത് 3 ദിവസം കണ്ടിന്യൂ ചെയ്തു. മൂന്നാമത്തെ ദിവസം രാത്രിയിൽ ഭയങ്കരമായ തലവേദന, ഒരു പൊടി പോലും ഉറങ്ങുന്നില്ല. അങ്ങനെ റൂമിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. വെളുപ്പിനെ ആയപ്പോൾ ഞാനൊരു കൂട്ടുകാരനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ എൻ്റെ അച്ഛന് ഭയങ്കര തലവേദന, ഒന്ന് വരുമോ, നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കൊല്ലത്തുള്ള ഒരു സ്വകാര്യ ഹോസ്പിറ്റലിൽ കൊട്ടിയത്ത് കൊണ്ടുപോയി. അവിടെ കൊണ്ടുചെന്നപ്പോൾ ആദ്യം ENT ഡോക്ടറെ കാണിച്ചു. ENT ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, മറ്റ് പ്രശ്നമൊന്നും കാണുന്നില്ല, ഇനി നമുക്ക് ന്യൂറോയെ ഒന്ന് കാണിച്ചു നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഡോക്ടർ റെഫർ ചെയ്തു ന്യൂറോയ്ക്ക്. ന്യൂറോ പെട്ടെന്ന് MRI എടുത്തു. MRIയുടെ റിപ്പോർട്ട് കിട്ടിയ ഉടനെ തന്നെ പെട്ടെന്ന് അങ്ങ് ICUലാക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ അവിടെ 7 ദിവസം അവിടെ കഴിഞ്ഞു. വീണ്ടും ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നു മരുന്ന് കഴിക്കാൻ തുടങ്ങുമ്പോൾ പിന്നെയും അങ്ങ് വേദന വരിക. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഹോസ്പിറ്റലിൽ പോയി. അങ്ങനെ ആ ഹോസ്പിറ്റലിൽ 16 ദിവസം ഞങ്ങൾ കഴിച്ചു. എന്നിട്ടും കുറവില്ലാഞ്ഞ് പിന്നെ ഞങ്ങൾ എറണാകുളം അമൃത ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും അവിടെ മാർച്ച് 3 അമൃത ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും ചെയ്തു. അഡ്മിറ്റ് ചെയ്ത് ഡോക്ടർ MRI, CT, PET സ്കാൻ, EG അങ്ങനെ കുറേ ടെസ്റ്റുകൾ ചെയ്തിട്ട് ഡോക്ടർ പറയുന്നത് യാതൊരു രക്ഷയും ഞാൻ കാണുന്നില്ല. അപ്പോഴത്തേക്കും കക്ഷിക്കാരൻ്റെ ഓർമ്മ ഫുള്ള് നഷ്ടപ്പെട്ടു. നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ അതിന് മറുപടി പറയാൻ പോലും കഴിയാതെ അങ്ങനെ ഓർമ്മ അങ്ങ് നഷ്ടപ്പെട്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് എന്തുവാ, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയുന്ന ഒരു രോഗമാണ്. ഇത് ഓർമ്മ തിരിച്ച് കിട്ടുമെന്ന് യാതൊരു ഉറപ്പും പറയുന്നില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ 23 ദിവസം അങ്ങനെ അവിടെ കഴിയുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ആൻറ്റിയും മക്കളും എറണാകുളത്താണ് താമസിക്കുന്നത്. അവരെന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്യാനായിട്ട് അവിടെ വരുമായിരുന്നു. അപ്പോൾ ചിറ്റ എടുത്ത് ഞാൻ പറഞ്ഞു, ചിറ്റ പോയി ആദ്യം ഒന്ന് ഉടമ്പടി എടുക്ക്, എനിക്ക് ബൈസ്റ്റാൻഡറായിട്ട് അവിടെ ഇരിക്കേണ്ടതുകൊണ്ട് എനിക്ക് പറ്റത്തില്ലല്ലോ, ചിറ്റ ഒന്ന് പോകാൻ പറഞ്ഞു. അങ്ങനെ ചിറ്റ മാർച്ച് 10 ഇവിടെ വരികയും ഉടമ്പടി എടുക്കുകയും അച്ഛനെ കാണുകയും ചെയ്തു. അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ ചോദിച്ചു, വൈഫ് എന്തേന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, ഇങ്ങനെ ബൈസ്റ്റാൻഡറായിട്ട് ഇരിക്കുവാണെന്ന്. അന്നേരം അച്ഛൻ പറഞ്ഞു, തിങ്കളാഴ്ച ദിവസം വൈഫിനെ കൊണ്ടുപോവാ, വൈഫ് വന്ന് ഉടമ്പടി എടുക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 13 ഇവിടെ വരികയും ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം അച്ഛനെ കാണുകയും ചെയ്തു. അച്ഛനെ കണ്ട് അച്ഛൻ എൻ്റെ തലയ്ക്ക് കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ ചോദിച്ചു, വല്ല ഫോട്ടോ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ മൊബൈലിൽ നിന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫോട്ടോ എടുത്തു കൊടുത്തു. അച്ഛൻ ആ ഫോട്ടോ കൊണ്ടുവന്ന് മാതാവിൻ്റെ രൂപത്തിൽ വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു, എപ്പോഴായാലും ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് ഇതിലേ വരുമ്പോൾ എൻ്റെ ഹസ്ബൻഡിനെ ഞാൻ ഇവിടെ കൊണ്ടുവരാം എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോയി. ഞങ്ങൾ 23 ദിവസത്തിന് ശേഷം ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. ഡോക്ടർ എന്നിട്ടും ഡിസ്ചാർജ് പറയുന്നില്ല. ഞാൻ പറഞ്ഞു, ഡോക്ടറെ എനിക്ക് ഒരാഴ്ചത്തേക്ക് എൻ്റെ ഹസ്ബൻഡിനെ വീട്ടിൽ കൊണ്ടുപോകണം, അതുകൊണ്ട് ഡിസ്ചാർജ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ കരഞ്ഞൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഡോക്ടർ 14 ദിവസത്തേക്ക് മെഡിസിൻ തന്നിട്ട് ഞങ്ങളെ വീട്ടിൽ വിട്ടു. ഡിസ്ചാർജ് ചെയ്ത് ഞങ്ങൾ ഇവിടെ വന്നു. ഞങ്ങൾ കൃപാസനത്തിൽ കൊണ്ടുവന്നു. ഇവിടെ കൊണ്ടുവന്ന് എൻ്റെ ഹസ്ബൻഡിനെ ഞാൻ ഇവിടെ അങ്ങ് കിടത്തുകയാണ് ചെയ്തത്. അങ്ങനെ കിടത്തി പ്രാർത്ഥിച്ചു. കുറേ സമയം ഞങ്ങൾ പ്രാർത്ഥിച്ചു. വീണ്ടും ഞങ്ങൾ പോയി. എന്നിട്ടും കക്ഷിക്കാരൻ സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ പോലും ചെയ്യാനുള്ള പ്രാപ്തി കക്ഷിക്കാരനില്ല. അങ്ങനെ വീട്ടിൽ ചെന്നു. ഞങ്ങൾ ഉടമ്പടി എടുത്ത ഈ നേർച്ച വസ്തുക്കളും മറ്റും ഉപയോഗിക്കുകയും
ഈ ഉടമ്പടി തൈലം വായിൽ ഒഴിച്ചു കൊടുക്കുകയും തലയെ പുരട്ടുകയും ഞാനും എൻ്റെ മകളും കൂടെ അപ്പുറത്ത് കക്ഷിക്കാരനെ കിടത്തിക്കൊണ്ട് അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. അങ്ങനെ പ്രാർത്ഥിച്ച് ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ എല്ലാ പ്രാർത്ഥനകളും നടത്തുകയും എല്ലാം ചെയ്തു. ഞങ്ങൾ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നതായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു. പക്ഷേ ഈ രോഗം ഇങ്ങനെ വന്നതിന് ശേഷം ഞങ്ങൾക്ക് പോകാൻ പറ്റിയിട്ടില്ല, പള്ളിയിലൊന്നും പോകാൻ പറ്റുന്നില്ല. എങ്കിലും ഞങ്ങൾ പ്രാർത്ഥനയിൽ തന്നെ തുടർന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഒരു ദിവസം രാവിലെ ഉണർന്നപ്പം ഇങ്ങനെ തനിയെ പറയുന്നു, പള്ളിയിൽ പോകണമെന്ന് പറയുന്നു. എന്നിട്ട് ഞങ്ങൾ അന്നേരം ആ കണ്ടീഷനിൽ പള്ളിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കണ്ടീഷനല്ല. പിന്നെ അച്ഛൻ വന്ന് കുർബാനയൊക്കെ കൊടുക്കുകയും ഒക്കെ ചെയ്തു. എന്നിട്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ പള്ളിയിൽ പോകണമെന്നാണ് ആദ്യം ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്. പിന്നെ സ്വന്തമായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം ഏപ്രിൽ 18 ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഞങ്ങളൊരു MRI വീണ്ടും എടുക്കാൻ കൊണ്ടുപോയ സമയത്ത് ഞാൻ ഉടമ്പടി വസ്തുക്കളെല്ലാം കയ്യിൽ കരുതുകയും നമ്മുടെ പ്രാർത്ഥനാ പുസ്തകം കരുതുകയും ചെയ്തു. എന്നെ കൂടെ കയറ്റി MRI എടുക്കാൻ കയറ്റി. അപ്പോൾ ഞാനാണെങ്കിൽ ഈ ഉടമ്പടി തൈലം നെറ്റിയിൽ പൂശുകയും ഈ ബുക്ക് കയ്യിൽ വെച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ആ സ്കാനിങ് റൂമിൽ വെച്ച് തുടർന്നുകൊണ്ടിരുന്നു. തിരിച്ച് സ്കാനിങ് ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവേ ഇനി ഇങ്ങനെ ഒരു അസുഖം എൻ്റെ അച്ചായന് കാണല്ലേ എന്ന് പ്രാർത്ഥിച്ചിട്ട് തന്നെ അവിടുന്ന് ഇറങ്ങിയത്. അന്നേരം അവിടുന്ന് ഇത് കിട്ടിയപ്പോൾ റിപ്പോർട്ട് കിട്ടത്തില്ല. അന്നേരം ഫിലിം അവരാദ്യം തന്നത്. ആ ഫിലിം ഞങ്ങൾ ഉടനെ തന്നെ ഡോക്ടറെ കൊണ്ട് കാണിച്ചു. ഡോക്ടർ പെട്ടെന്ന് നോക്കിയിട്ട് പറയുക, ഇത് ജേക്കബിൻ്റെ തന്നെ ആണോ ഈ MRI? ഇതിനകത്ത് യാതൊരു പ്രശ്നവും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അവിടെ ഇരുന്ന് ഞങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടെ ഡോക്ടറെ നോക്കി ചിരിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങി പരിശുദ്ധ അമ്മയ്ക്ക് നന്ദിയും പറഞ്ഞു. ഞങ്ങളുടെ ജീവിതത്തിൽ പിന്നെ ഞങ്ങൾ ഈ പ്രേക്ഷിത പ്രവർത്തനം എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാഞ്ഞത് ഒത്തിരി എന്ന് വെച്ചാൽ സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിൽ ഞാൻ എന്തിനും കൂടെ വേണമായിരുന്നു. അതുകൊണ്ട് എനിക്ക് എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്തു. അങ്ങനെ ഏകദേശം ഒരു 2.5 മാസത്തോളം സംസാരിക്കുകയോ അല്ലെങ്കിൽ സ്വന്തം കാര്യങ്ങൾ ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു, ഓർമ്മയും ഇല്ലായിരുന്നു. ഈ 18 MRI എടുത്തു. ഞാൻ ഇതെല്ലാം പ്രാർത്ഥനകൾ തുടർന്നുകൊണ്ടേ ഇരിക്കുകയും ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ ഈ MRI എടുത്തപ്പോൾ പൂർണ്ണമായ സൗഖ്യം ദൈവം കാണിച്ചു തരികയാണ്. ഞങ്ങൾ ദൈവത്തിന് പരിശുദ്ധ അമ്മയ്ക്ക് ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് വരികയും ചെയ്തു. ഇപ്പം വീണ്ടും അമൃതയിലെ ഡോക്ടർ പറയുന്നത് ജോലിക്ക് പോയി തുടങ്ങി എന്ന് ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ പറയുന്നത് എനിക്ക് ജേക്കബിനെ ഇനി ഒന്നും കൂടെ ഒന്ന് കാണണം എന്ന് വെച്ചാൽ ഡോക്ടർ പോലും വിശ്വസിക്കുന്നില്ല ഇത്രയും പെട്ടെന്ന് ജോലിക്ക് പോയി തുടങ്ങി എന്ന് പറഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി.